കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജേർണലിസത്തിന് റാങ്കിങ്ങോടുകൂടി പാസ്സാകുന്ന ഇദ്ദേഹത്തിന് പിന്നീട് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് കേരള കൗമുദിയിൽ സബ് എഡിറ്ററായിട്ടാണ്. ഇന്ത്യൻ എക്സ്പ്രസിൽ സ്പോർട്സ് റിപ്പോർട്ടറായി ജോലി നോക്കുവാനും ഉള്ള അവസരം ഇദ്ദേഹത്തിന് ലഭിച്ചു. മ്യൂസിക്കിൽ അതീവമായ ആരാധന കാത്തുസൂക്ഷിക്കുന്ന ഇദ്ദേഹത്തിന് മാതൃഭൂമിയിൽ മ്യൂസിക് റിസർച്ച് വിങ്ങിന്റെ ഹെഡായി ജോലി നോക്കാനുള്ള അവസരവും ലഭിച്ചു. അറ്റ് പ്രസന്റ് മാതൃഭൂമിയിൽ തന്നെ അദ്ദേഹം സീനിയർ കണ്ടന്റ് ഹെഡായി ജോലി നോക്കുന്നു. മ്യൂസിക്കിലും സ്പോർട്സിലും എൻറ്റയർലി ടു ഡിഫറെന്റ് ഫീൽഡിൽ ഇത്രത്തോളം ആരാധന സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയെ ഇന്ന് കാണാൻ വളരെയധികം പ്രയാസമാണ്. ഒപ്പം കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന ജേർണലിസത്തിന്റെ നല്ല ഒരു ശാഖ അദ്ദേഹത്തിന്റെ കയ്യിൽ വളരെ സുരക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഫിലിം ക്രിറ്റിക് അവാർഡും അദ്ദേഹം കരസ്ഥമാക്കി. രവി മേനോൻ സാറിന്റെ സക്സസ് ജേർണിയെ കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം മിരാരി ടോക്ക് ഷോയിലൂടെ. Everybody will have a backstory to success. Welcome to my show, Mirari Talk Show. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് രവി മേനോൻ സാറാണ്. ഫേമസ് ഫിലിം ക്രിട്ടിക്കും അതുപോലെ തന്നെ സ്പോർട്സ് റിപ്പോർട്ടറും മ്യൂസിക്കോളജിസ്റ്റും ഒക്കെയായ രവി മേനോൻ സാർ. ഇതിനേക്കാളും ഉപരി അദ്ദേഹത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വാക്കുണ്ട്, എ പേഴ്സൺ വിത്ത് ടു ഹാർട്ട് ബീറ്റ്സ്. അതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് നമ്മൾ മിരാരി ടോക്ക് ഷോയുടെ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ വൺസ് അഗൈൻ വെൽക്കം ടു മൈ ഷോ, മിരാരി ടോക്ക് ഷോ. വെൽക്കം സർ. താങ്ക് യു. സാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സക്സസ് ജേർണി കവർ ചെയ്ത് പോവാന്നുള്ള ഒരു ഉദ്യമനത്തോടുകൂടിയാണ് ഈ മിരാരി ടോക്ക് ഷോ തുടങ്ങിയിരിക്കുന്നതിന്. അതുകൊണ്ട് തന്നെ നമുക്ക് സാറിന്റെ കുട്ടിക്കാലത്തെ യാത്ര മുതൽ നമുക്ക് തുടങ്ങാം. വളരെ ലളിതമായ രീതിയിൽ സാർ ജീവിത സാഹചര്യങ്ങളിലൂടെ സാറിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാറിന്റെ ജനനം മലപ്പുറത്ത്, വയനാട് വളരെ ശാന്തസുന്ദരമായ സ്ഥലത്ത് സാറിന്റെ കുട്ടിക്കാലം, പിന്നീട് വളരെ ശബ്ദമുഖരിതമായ ഒരു നഗരത്തിൽ സാറിന്റെ പിന്നെ ബാക്കിയുള്ള ജീവിതം കൗമാരകാലം. ഓക്കെ, അപ്പോ സാറിന്റെ ജീവിതം പറയുമ്പോൾ സ്പോർട്സിലും മ്യൂസിക്കിലും എൻറ്റയർലി ടു ഡിഫറെന്റ് ഫീൽഡ്സ് ആണ്. ആ രണ്ട് ഫീൽഡിലും ഒരുപോലെ കമ്പമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോ ഇതിനുള്ള ഫൗണ്ടേഷൻ സാറിന് വയനാടുള്ള ഇതാണ് വളരെ ഗ്രാമീണ ഭംഗി നിറഞ്ഞ നാടാണോ അതോ കോഴിക്കോടാണോ, ഏതാണ് സാറിന് നൽകിയ ഫൗണ്ടേഷൻ? ഞാനും ഇങ്ങനെ സ്വയം ചോദിക്കാറുള്ള ചോദ്യമാണ്. പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഈ മറ്റേ ഹലുവയും മത്തിക്കറി എന്നൊക്കെ പറഞ്ഞ പോലെ ഫുട്ബോളും. പക്ഷെ അങ്ങനെയല്ല. ശരിക്ക് ഇതിൽ രണ്ടിലേക്കും എന്നെ നയിക്കുന്നത് അക്ഷരങ്ങളോടുള്ള സ്നേഹമാണ്, എഴുത്തിനോടുള്ള സ്നേഹം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചെറുപ്പം മുതലേ വായിക്കായിരുന്നു. വയനാട്ടിൽ വന്നാലും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വായന മാധ്യമം എന്ന് പറഞ്ഞ പത്രമാണ്. പുസ്തകങ്ങളുണ്ട്. പിന്നെ എന്റെ വീട്ടിൽ കുറെ പഴയ പുസ്തകങ്ങളുണ്ടായിരുന്നു, പഴയ സിനിമ വരികകൾ. ഇതൊക്കെ വായിക്കായിരുന്നു അന്നത്തെ ഒരു ചെറുപ്രായത്തിൽ. പക്ഷെ പത്രത്തില് ഈ ഫുട്ബോൾ റിപ്പോർട്ട്സ് വരെയും അന്ന്. എനിക്ക് സ്പോർട്സിനോട് എന്താ അറിയില്ല, ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. വൈകുന്നേരം കളിക്കാനൊക്കെ പോകും. അപ്പൊ ഈ സ്പോർട്സ് റിപ്പോർട്ട് അധികം വിംസി എന്ന് പറഞ്ഞ ഒരാളാണ്, മാതൃഭൂമിയുടെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് റിപ്പോർട്ടറാണ് വിംസി. അപ്പൊ വിംസി എഴുതിയ ഈ ലേഖനങ്ങളും റിപ്പോർട്ടുകളൊക്കെ ഞാൻ വായിക്കുകയായിരുന്നു. ഞങ്ങളെ വീട്ടില് പത്രം എത്താൻ വളരെ വൈകും. അവിടെ സൂര്യൻ നിൽക്കാനേ വൈകും. 11 മണിയൊക്കെ ആവും പത്രം വരാൻ. അപ്പൊ പത്രം വരുന്ന ഇങ്ങനെ കാത്തിരിക്കുക. അപ്പൊ പത്രം വന്നു കഴിഞ്ഞാല് ഉടനെ ആദ്യം വായിക്കുക ഇതാണ്, ഫുട്ബോൾ റിപ്പോർട്ട്സ് ആണ്. അപ്പൊ എന്താ വെച്ചാൽ അതിനൊരു ഭയങ്കര പഞ്ചുള്ള ഒരു ഭാഷയാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ ഞാൻ അതുവരെ വലിയ മേജർ ഫുട്ബോൾ ടൂർണമെന്റ് ഒന്നും കണ്ടിട്ടില്ല. നമ്മളെ ഈ മറ്റേ ഈ ബബ്ലി മൂസ് എന്ന് പറയും, നാരങ്ങ വാട്ടിയിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു കാലമാണ്. പക്ഷെ ഇത് വായിക്കുമ്പോ നമ്മൾ ആ ഗ്രൗണ്ടിൽ വന്ന് കളി കാണണമായി തോന്നും. അതെ, ചില മൂവ്മെന്റ്സ്, പന്ത് കൊണ്ടുപോകുന്നത്, ഗോളി സേവ് ചെയ്യുന്നത്, നമ്മള് അപ്പോഴെനിക്ക് തോന്നുന്നത് ഈ എഴുത്തില് ഒരു വിഷ്വൽ എഫക്റ്റ്. ഇത് ഏത് കാലത്താണ് ആരും 50 കൊല്ലം മുന്നെയാണ് ഈ സംഭവം അന്ന് കൊണ്ടുവരുമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഈ കളിയൊക്കെ സങ്കല്പിച്ച് കണ്ടിട്ടാണ് ഞാൻ ഫുട്ബോളിന്റെ ഒരു ആരാധകനായിട്ട് മാറുന്നത്. കാരണം ഇന്ദർ സിംഗ്, അന്നത്തെ കാലത്ത് വലിയ ഫേമസ് പ്ലേയേഴ്സ് ആണ്. ഇന്ദർ സിംഗ്, മകൻ സിംഗ്, സുഭാഷ് ഭൗമിക്. ഇവരുടെയൊക്കെ രൂപം, ഇവരുടെ കളിയിൽ ഇവരുടെ മൂവ്മെന്റ്സ്, ഇതൊക്കെ ഇദ്ദേഹം എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാല് വായിച്ച് ഫുട്ബോളിന്റെ ഭ്രാന്തനാണ്. കളിച്ച അത്യാവശ്യം സാധാരണ കുട്ടികൾ ഫുട്ബോൾ കളിക്കാത്ത ആരും ഉണ്ടാവില്ല. അങ്ങനെ കളിച്ചിരുന്നു. അല്ലാതെ ഭയങ്കര ഒരു അപ്പം എപ്പോഴും ഗോൾ കീപ്പറായിട്ടേ നിൽക്കുള്ളൂ, കാരണം അധികം ഓടുണ്ടല്ലോ. അപ്പൊ പക്ഷെ ഗോൾ കീപ്പേഴ്സിനോടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ കാലത്തും ഭയങ്കര ഗോൾ കീപ്പർ ഫാൻ
ആയിരുന്നു. കാരണം ഭയങ്കര സ്റ്റൈലിഷ് ആണ് അവരുടെ ഡ്രസ്സ്, ഫുൾ സ്ലീവ് ആയിട്ടുള്ള ജേഴ്സീസ്. പിന്നെ മിക്ക ഗോൾ കീപ്പേഴ്സും നല്ല നീണ്ട മുടിയൊക്കെ ഉള്ള ആൾക്കാർ. അന്നത്തെ കാലത്തെ ഫേമസ് ഗോൾ കീപ്പേഴ്സ് ആണ് സുധീർ, വിക്ടർ മഞ്ഞില, സേതുമാധവൻ. ഇവരുടെയൊക്കെ വലിയ ഫാൻ. പിന്നെ ഇവരുടെയൊക്കെ സുഹൃത്തായി മാറി ഞാൻ എത്രയോ അങ്ങനെ ഉണ്ടായി. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫുട്ബോളിലേക്കുള്ള ഒരു ഇത്. പിന്നെ കളി ആ കാലത്തൊന്നും പാട്ടിനെ കുറിച്ച് പാട്ട് കേൾക്കാറുണ്ടായിരുന്നു. അമ്മയായിരുന്നു അല്ലേ നാരായണക്കുട്ടി അതിനുള്ള എല്ലാ ബേസ്മെന്റും വീട്ടിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. റേഡിയോ അച്ഛനും അത്ര വലിയ പാട്ടിനോട് ഇഷ്ടപ്പെട്ടു. അച്ഛൻ റേഡിയോ വെക്കുമായിരുന്നു, ഈ പാട്ടൊക്കെ കേൾക്കും. റേഡിയോ വെച്ചതുകൊണ്ട് ആയിരുന്നു. പക്ഷെ അമ്മയ്ക്ക് പാട്ടായിരുന്നു നമ്മുടെ ഒരു പാഷൻ ആയിരുന്നു അമ്മയ്ക്ക്. അങ്ങനെയാണ് ഞാൻ യേശുദാസ്, ജയചന്ദ്രൻ എന്ന കുറെ പാട്ടുകാരുണ്ട്. ഇവരൊക്കെ പാടുന്ന പാട്ടുകൾ ഏതാന്നൊക്കെ അമ്മ പറഞ്ഞിട്ട് അറിയും. പിന്നെ എന്റെ അനിയനും അനിയത്തിയും ഒക്കെ, അനിയത്തി പാട്ട് പഠിച്ചിട്ടുമുണ്ട്, അവള് കലാക്ഷേത്രത്തിൽ പഠിച്ചത്. അപ്പൊ ഞങ്ങൾ മൊത്തത്തിലൊരു, പിന്നെ അവിടുത്തെ ഒരു ഏകാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ് വയനാട്ടിൽ. ഞങ്ങളെന്ന് പറഞ്ഞാല് സ്കൂളിലൊക്കെ തന്നെ, സ്കൂള് കുറെ 2.5 കിലോമീറ്റർ നടന്നു പോണം. അപ്പൊ അവിടെ അവരുമായിട്ടൊന്നും സ്കൂളിലുള്ള ബന്ധമല്ലാതെ വേറൊരു ബന്ധമൊന്നുമില്ല. ഇവിടെയാണെങ്കിൽ വിജനമായിട്ടൊരു സ്ഥലം, വളരെ എന്താ പറയാ നിശബ്ദമായിട്ടൊരു അന്തരീക്ഷം. രാത്രിയാണെങ്കിൽ അച്ഛനൊക്കെ വരാൻ വളരെ വൈകും, ചിലപ്പോൾ പേടിപ്പെടുന്ന ഒരു അന്തരീക്ഷം. കാറ്റൊക്കെ എന്നെ പറയും വേണം. അപ്പൊ ആകെ നമുക്ക് ഒരു മീഡിയം പറഞ്ഞ റേഡിയോ ആണ്. റേഡിയോ ആണ്. അത് മാത്രമല്ല അത് വേവ് ഫോമാറ്റിലാണ് വരിക. കാരണം കോഴിക്കോട് ആകാശവാണിക്ക് ട്യൂൺ ചെയ്ത് എടുക്കാന്ന് പറഞ്ഞ ഒരു ഭഗീരഥ പ്രയത്നമാണ്. ആകാശവാണി കേൾക്കാം, ഏതാണെന്ന് അറിയില്ല. ആ ഒരു പാട്ടുകളൊക്കെ ഇങ്ങനെ കാണും ഉയർന്നൊക്കെ ശരിക്കും തരംഗമാലയിട്ടത്. അപ്പൊ അതൊക്കെ കേൾക്കാന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഒരു വലിയൊരു സാഹസമാണ്. അങ്ങനെ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം. പിന്നീട് സാർ എവിടെയോ എഴുതി ഞാൻ കണ്ടിട്ടുണ്ട്, കോഴിക്കോടേക്ക് സാറിനെ പറിച്ചു നടുകയാണ് ഉണ്ടായത് എന്നുള്ളത്. ആ പറിച്ചു നടൽ എന്ന് പറയുമ്പോ സാറിന് ശരിക്കും ഇഷ്ടമുണ്ടായിട്ടല്ല കോഴിക്കോട് അല്ല. ഞാൻ വളരെ എന്താ പറയാ ഇൻട്രോവേർട്ട് ആയിരുന്നു ശരിക്കും. ഒന്നാമത് അച്ഛനൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മള് പുറത്ത്, കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ദുബായ് മാതിരിയാണ്. ഞാൻ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നാട്ടിലേക്ക് പോകും, കോട്ടക്കിലേക്ക്. അതെ, കൊട്ടക്കിലേക്ക് പോകുമ്പോഴാണ് കോഴിക്കോട് നഗരത്തിൽ ഇറങ്ങുക. അപ്പൊ ഓട്ടോറിക്ഷ എന്നൊക്കെ പറഞ്ഞാൽ വയനാട്ടിലന്ന് ഓട്ടോറിക്ഷ ഒന്നുമില്ല. കോഴിക്കോട് വന്ന ഓട്ടോറിക്ഷ കാണുക, പിന്നെ കടല് കാണുക, ആകാശവാണി കാണുക, പിന്നെ അന്ന് മാതൃഭൂമി ഓഫീസ് കാണാം. അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയാ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമായിരുന്നു. അന്ന് വയനാട്ടില് കോളേജസ് വളരെ കുറവാണ്. ബത്തേരി ഒരു കോളേജ് ഉണ്ട്. പിന്നെ എല്ലാവരും കോഴിക്കോട്ട് കോളേജസ് ഉള്ളതുകൊണ്ട് അവിടേക്കാണ് പോവുക. അങ്ങോട്ട് വന്നാണ് കോളേജിൽ ചേർക്കാൻ വേണ്ടി അച്ഛൻ കൊണ്ടുപോയതാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോ ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലിൽ നിൽക്കുന്ന അന്നത്തെ ഞാൻ പറഞ്ഞൊരു ആഴ്ച കരച്ചില് തന്നെ, വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോ മാത്രല്ല റാഗിങ് ഉണ്ട് അവിടെ. അപ്പൊ എന്റെ റൂമിൽ ഉണ്ടായിരുന്ന സെക്കൻഡ് സീനിയർ ആയിട്ടുള്ള ഒരു പയ്യൻ, ഞാൻ ആദ്യത്തെ ദിവസം തന്നെ അന്ന് കിൽട്ടൊക്കെ, ചെറിയ ബെഡിന് വരെ കിൽട്ടാണ് കൊണ്ടുപോകുക. ഞാനൊരു കസിനുണ്ട്, ആ മുറിയിൽ കിൽട്ടൊക്കെ വിരിച്ചു. ഒരു മുറിയിൽ 4 ആളോ മറ്റോ. കിൽട്ടൊക്കെ വിളിച്ചു നല്ല കുട്ടപ്പനാക്കി, പില്ലോ ഒക്കെ വെച്ച് സ്റ്റൈലിൽ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ രാത്രി ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഈ കിട്ടൊന്നും കാണാനില്ല. ചുരുട്ടി കൊട്ടി ചെറുപ്പം പുറത്തേക്ക്. അപ്പൊ അന്നൊക്കെ ഭയങ്കര നമുക്ക് ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് മാറി നിൽക്കുക ഭയങ്കര കാര്യം. പക്ഷെ ഒരു കണക്കിന് അതൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മള് കൂടുതൽ പിന്നെ അയാൾ വളരെ നമ്മളുമായിട്ട് വലിയ സൗഹൃദമായി. അപ്പൊ ചെറിയ തോതിൽ നമ്മുടെ ഈ എന്താ പറയാ ഇൻഹിബിഷൻസ് ഒക്കെ മാറ്റണമെങ്കിൽ ഇതുപോലുള്ളൊരു ചെറിയ പരീക്ഷണങ്ങളൊക്കെ നല്ലതായില്ലെങ്കിൽ ഞാൻ ആലോചിക്കുന്നു ഇപ്പോഴും അത് ശരിക്കും പറഞ്ഞാൽ നമ്മള് വളരെ ഒരു മാജിക്കൽ എഫക്റ്റ് ഉണ്ടായി. പിന്നെ ആ നഗരമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു കാരണം സംഗീതമാണ്. കാരണം നമ്മൾ മാനാഞ്ചിറയുടെ കൂടെ നടന്നു പോകുമ്പോൾ അല്ലെ ബീച്ച് ഏരിയയിൽ കൂടെ നടന്നു പാട്ടുകൾ ഉണ്ടാവും. ടൗൺ ഹാളില് ഞാനൊരു ഇപ്പോഴും ഓർമ്മയുണ്ട്, ടൗൺ ഹാളിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ തലത് മെഹമൂദിന്റെ ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ തലത് മെഹമൂദ് എനിക്ക് വലിയ ഇഷ്ടമുള്ള പാട്ട്, ഒരു പാട്ടുകാരൻ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വെൽവെറ്റ് വോയിസ് ആണ്. പാട്ടൊക്കെ പാടി ആ പാട്ടിന്റെ ആരാധകനാണ്. അപ്പൊ അവിടെ ഒരാളിരുന്ന് പാടുന്നത് ഞാൻ ചെന്ന് നോക്കിയപ്പോ തലത്തിന്റെ അതേ ശബ്ദം. ചെന്ന് നോക്കുമ്പോ
ഒരു വയസ്സായിട്ടൊരാള് ഇന്ന് പാടും, നല്ല പ്രായമുണ്ട്. പാട്ട് ഇങ്ങനെ പാടി കഴിഞ്ഞപ്പോ ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ നോട്ടുകളൊക്കെ എറിഞ്ഞു കൊടുക്കുന്നു. എന്താ സംഭവം? കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ, പക്ഷെ എല്ലാവരും നോട്ട് എറിഞ്ഞു കൊടുക്കുന്നു. സി എ വീണ്ടും പാടുന്നു, സി എ എന്ന് വിളിക്കും. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചു, ആരാണ്? സി എ അബൂബക്കർ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുകാരനാണ്. അപ്പൊ സാധാരണ ഒരു മനുഷ്യൻ, ഒരു ഹാർമോണിയം, ഒരു തബലി ഇദ്ദേഹം. അപ്പൊ ഞാൻ ആലോചിച്ചു, ശരിക്കും ആളുകൾക്ക് ഈ പാട്ടിനോടുള്ള സ്നേഹം വീണ്ടും അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്നു ഓരോ പാട്ടുകള്. അതെ. ഞാൻ പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തെ പോയി ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ ഇദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു സാധാരണ ഒരു ചെറിയ വീട്ടിൽ, ഒരു പള്ളിയുടെ പുറത്ത് ഒരു ചെറിയൊരു വീട്ടിൽ താമസിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടുണ്ട്, ആസ്മയൊക്കെ ഉണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കുറച്ച് ദാരിദ്ര്യമൊക്കെ ഉണ്ട്. എന്നാലും പാട്ടിനെ പറ്റി സംസാരിക്കുമ്പോ എല്ലാം മറിഞ്ഞ് സംസാരിക്കുക. അത് റിച്ച് ആണ് തോന്നുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോടിന്റെ ഒരു മ്യൂസിക് കൾച്ചറിന്റെ ഭാഗം നിൽക്കുന്നത്. പാട്ടില് സ്വയം അലിയുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഫുട്ബോൾ ഉണ്ട് ഒരു ഭാഗത്ത്, ഒരുപോലത്തെ പാട്ട്. അതാണ് രണ്ട് സംഭവം രണ്ടുപടി ഒറ്റ തട്ടുകത്തി കിട്ടുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. ജേർണലിസം പഠിച്ചതും അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അതും തമാശയാണ്. അന്നത്തെ കാലത്ത് സാധാരണഗതിയിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകള് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കും, ടൈപ്പ് ഷോർട്ട് തന്നെ പഠിച്ചാൽ മതി. സാറിന് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണോ ജേർണലിസം? അപ്പൊ അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റ് എഴുതണം. എല്ലാം ബാങ്ക് ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കും പിള്ളേരൊക്കെ. ബാങ്ക് ടെസ്റ്റ് കിട്ടുക, ക്ലറിക്കൽ പോസ്റ്റ് കിട്ടുക എന്ന വലിയൊരു സംഭവമാണ്. പക്ഷെ ആദ്യത്തെ 2-3 ടെസ്റ്റ് എഴുതിയപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി, എനിക്ക് ബാങ്ക് ടെസ്റ്റ് ജയിക്കാൻ പോകുന്നില്ല. കാരണം ചിത്രമൊക്കെ വരച്ച് അത് ചേരുമ്പടി ചേർത്തിട്ട് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. പിന്നെ ഞാൻ ആലോചിച്ചു, അപ്പൊ എന്നോട് എന്റെ കസിൻസ് ഒക്കെ ഉണ്ട്. അച്ഛനും അമ്മയ്ക്കും, അച്ഛനൊന്നും അങ്ങനെ, അച്ഛൻ ബാങ്കിലാണ് അന്നത്തെ കാലത്ത് എല്ലാവരും, അല്ലെങ്കിൽ UPSC എഴുതുക, ഇതൊക്കെയാണ്. എന്റെ കസിൻസ് ഒക്കെ പറഞ്ഞു, ഇനി ഏതായാലും ആ കാലത്ത് ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം, ഇങ്ങനെ ചെറിയ ചെറിയ മാഗസിൻസിലൊക്കെ എഴുതും. അപ്പൊ നിനക്ക് അങ്ങനെ ജേർണലിസ്റ്റ് ഒക്കെ നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ജേർണലിസ്റ്റ് പഠിക്കാൻ കോഴ്സ് ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാന് അന്ന് എനിക്കൊന്ന് കേരള കൗമുദിയുടെ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ഒന്ന്, എന്റെ ഒരു കസിന്റെ ഫ്രണ്ടാണ്, ഞാൻ അദ്ദേഹത്തെ പോയി കാണുന്നത്. ഇത്ര എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് പോവാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടപ്പോ അദ്ദേഹം എന്താ ചോദിച്ചപ്പോ അദ്ദേഹം ഞാൻ പറഞ്ഞങ്ങനെ പത്രത്തിൽ വർക്ക് ചെയ്യണമെന്നുണ്ട്. ജേർണലിസ്റ്റ് ഒക്കെ പാസ്സായിരുന്നു. ജേർണലിസം പാസ്സായിട്ടൊന്നുമില്ല. അങ്ങനെയാണ് ജേർണലിസം ഒക്കെ പാസ്സായാലേ കിട്ടുള്ളൂ. പിന്നെ ഇത് വലിയൊരു ജോലിയൊന്നും അല്ല, ഭയങ്കര ശമ്പളം ഒന്നുമല്ല. എനിക്ക് ബാങ്കിൽ കിട്ടി പോയിക്കൂടെ. പുള്ളിനെ നിരുത്സാഹപ്പെടുത്താൻ നോക്കിയത്. പക്ഷെ ഞാനുണ്ട് ഇവിടുന്ന്. ഞാൻ അങ്ങനെ ശരിക്കും പറഞ്ഞ ജേർണലിസം കോഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടായി. ജേർണലിസം ടെസ്റ്റ് റാങ്ക് ഹോൾഡറായി വന്നതിന്റെ അത്ഭുതമല്ലേ, ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ ഡിഗ്രി ഹോൾഡർ അല്ലേ, മറ്റൊരു അധികം പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ചെയ്യണം. പക്ഷെ എന്തോ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ കേരള കൗമുദി ആദ്യമായിട്ട് കമ്പ്യൂട്ടറൈസ്, അതായത് ഫോട്ടോ കമ്പോസിംഗ് എന്ന് പറഞ്ഞ സംഭവം ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പാക്കുക കേരള കൗമുദിയാണ്, കോഴിക്കോട് എഡിഷൻ. അപ്പോ ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡൊക്കെ പോയിട്ട് മെഷ് ടെർമിനൽസ് കമ്പോസ് ചെയ്യുന്ന ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ള മോഡേണൈസ്ഡ് ആണ്. കാരണം അന്ന് ഇങ്ങനെ ഓഫ്സെറ്റ് തന്നെ വരുന്നേ ഉള്ളൂ. പണ്ടത്തെ പത്രങ്ങളൊക്കെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടില്ലേ, നമുക്ക് ക്യാപ്ഷൻ വായിച്ചാലേ അറിയുള്ളൂ ഇതാരാണ്. അപ്പോ ഓഫ്സെറ്റ് വന്നു, കമ്പ്യൂട്ടറൈസേഷൻ വന്നു. ആ സമയത്ത് നമ്മൾ ഈ പണി പഠിച്ചു. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. 1984 ഫസ്റ്റ് ബാച്ചിൽ തന്നെ പഠിക്കാൻ പറ്റി. അങ്ങനെ ജേർണലിസത്തിന്റെ ഒഴുക്കിൽ പെട്ടു. പിന്നെ ഈ യാത്രയിലാണ് സാറിന് സ്പോർട്സിലുള്ളവരും അതുപോലെ ഫിലിമിലുള്ളവരും മ്യൂസിക്കിലുള്ളവരും എല്ലാവരുമായിട്ടുള്ള പരിചയം ഉണ്ടാകാനും നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഈ ജേർണലിസമാണ്. അത് ആസ് ജേർണലിസ്റ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സാറിന് അതൊക്കെ സാധിച്ചത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഒരിക്കലും ഞാനിപ്പോ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ രാവിലെ പോയി വൈകുന്നേരം വരും. പിന്നെ പത്രമൊക്കെ വായിച്ച് വാർത്തയൊക്കെ അറിയും. പറയുന്നവര് ഫേസ്ബുക്ക് ഒക്കെ നോക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പോയിട്ട് അവിടെ എവിടെ തോന്നിയാസൊക്കെ കമന്റ് ഇടും. ഇതൊന്നും ഇല്ലാതെ ഞാൻ എന്റെ ഒരു ഭാഗ്യമായിട്ട് അതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, ഇപ്പൊ ഫുട്ബോൾ തന്നെ ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ചെയ്തിരുന്നു. ഫുട്ബോളിനോടുള്ള പ്രണയം ഉണ്ടായിരുന്നു. അപ്പൊ ഫുട്ബോളിനെ പറ്റി എഴുതാൻ ഈശ്വരൻ എനിക്കൊരു അവസരം തന്നു. അതിനൊരു വരുമാനം ഉണ്ടായി സാമ്പത്തികമായിട്ട്. പിന്നെ പാട്ടായിരുന്നു എന്റെ പാഷൻ.
പാട്ടിനെ കുറിച്ച് എഴുതാം, പാട്ടിനെ കുറിച്ച് പ്രോഗ്രാംസ് ചെയ്തു, റേഡിയോയിൽ പ്രോഗ്രാംസ്, ടെലിവിഷനിൽ പ്രോഗ്രാംസ് ചെയ്തു. അതും ഈ പറഞ്ഞ മാതിരി നമ്മുടെ ജീവിത ഉപാധിയായിട്ട് മാറി. അതൊരു വലിയ ഭാഗ്യം, ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്ത്യൻ എക്സ്പ്രസിൽ സാറിന് സ്പോർട്സ് റിപ്പോർട്ടർ ആയിട്ട് വരുന്നു. അതൊരു അവിചാരിതമായിട്ട് സാറിന് വന്നു ചേരുന്ന ഒരു ഭാഗ്യം. അതിലും സാർ ഫസ്റ്റ്ലി അതിനൊന്ന് തട്ടകം ഒന്ന് പുതുക്കി പഠിച്ച് അല്ലേ, പിന്നെ പ്ലേ ഗ്രൗണ്ടിൽ റിസ്ക് ആണ്. കാരണം മലയാളം പത്രപ്രവർത്തനാണല്ലോ ഞാൻ ചെയ്തിരുന്നത് കേരളത്തിൽ. അപ്പോ ഇങ്ങനെ ഇന്ത്യൻ എക്സ്പ്രസിലൊരു ഒഴിവുണ്ട്, സ്പോർട്സ് റിപ്പോർട്ടർ ഒഴിവുണ്ട് എന്ന് അന്നത്തെ അവരുടെ ഹെഡായിരുന്നു പോൾസൺ. പുള്ളി എന്നോട് പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷിലൊന്നും ഇതുവരെ എഴുതിയിട്ടില്ല, കത്ത് വരെ എഴുതിയിട്ടില്ല. പോൾസൺ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, നിങ്ങക്ക് ശ്രമിച്ചാലൊക്കെ നോക്കാം, നിങ്ങൾ റിപ്പോർട്ട് എഴുതി നോക്കുന്നു. അങ്ങനെ റിപ്പോർട്ടൊക്കെ എഴുതി. പോൾസൺ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ ഞാനിത് കട്ട് ചെയ്ത് പറഞ്ഞോട്ടെ, കുട്ടിക്കാലത്ത് സാറ് പറഞ്ഞു സാറ് ഫുട്ബോളിന്റെ ലേഖനങ്ങൾ വായിച്ച് അതിന്റെ പഞ്ച് ശരിക്കും വിഷ്വലൈസ് ചെയ്തു. അതേ സംഭവം സാറിന് എന്നെ റിക്രിയേറ്റ് ചെയ്യാൻ പറ്റുക അല്ലേ? ഭാഷ എനിക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ പേടിയാ. വായിക്കുമായിരുന്നു, ഇംഗ്ലീഷ് വായിക്കായിരുന്നു, പക്ഷെ എഴുതുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു. അപ്പോ പിന്നെ ആ കാലത്ത് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ് സ്ഥിരം വായിക്കും, കുറെ പുസ്തകങ്ങളൊക്കെ വായിച്ചു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്നെ എനിക്കൊരു ധൈര്യം തന്ന അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റർ ഉണ്ടായിരുന്നു, ദാസ് സാർ. അത് ഞാൻ ഈ റിപ്പോർട്ട് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത റിപ്പോർട്ട് കൊണ്ട് അവിടെ പോയി കൊച്ചിയിൽ MK ദാസ് ആണ് അവിടുത്തെ റെസിഡന്റ് എഡിറ്റർ. അപ്പോ ദാസ് സാർ എടുത്ത് കൊണ്ട് കൊടുത്തു. ദാസ് സാർ വായിച്ചു നോക്കി. ദാസ് സാർ കുഴപ്പമൊന്നുമില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇംഗ്ലീഷിൽ എഴുതാൻ ധൈര്യം ഉണ്ടോ? ഞാൻ പറഞ്ഞു, ധൈര്യം ശ്രമിക്കാം സാർ, ഇങ്ങനെ കത്ത് പോലും എഴുതിയിട്ടില്ല. ശരി, ഏതായാലും പോയി നോക്കാൻ നോക്കുന്നുണ്ട്. ആ ഒറ്റ വിശ്വാസത്തിന്റെ പുറത്താണ് ഇംഗ്ലീഷ് എഴുതി. പക്ഷെ ഏകദേശം ഒരു 10 വർഷത്തോളം ഞാൻ ഫുൾ ഇംഗ്ലീഷ് ഒരുമാതിരി ഇന്ത്യയിലെ എല്ലാ ഫുട്ബോൾ ടൂർണമെന്റ്സും കവർ ചെയ്തു. അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റർ ശേഖർ ഗുപ്തയായിരുന്നു. ശേഖർ ഗുപ്തയുടെ മെയിൽസ് വന്നിട്ടുണ്ട്, റിപ്പോർട്ട്സ് വായിച്ചിട്ട് പുള്ളി വളരെ ഇഷ്ടത്തോടു കൂടി അയച്ച മെസ്സേജസ്. അന്നത്തെ സ്പോർട്സ് എഡിറ്റർ സുരേഷ് മേനോൻ, അങ്ങനെ പല ആൾക്കാർ. അപ്പൊ എനിക്ക് ധൈര്യമായി ഇംഗ്ലീഷ് എഴുതാനുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് എഴുതുക എന്നുള്ളതാണ് അതിന്റെ ഒരു, വേറൊന്നുമില്ല അതിന്റെ. നമുക്ക് ഒരു ഏത് ഭാഷയിലായാലും വളരെ ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റും ഒരാളുടെ മനസ്സിലേക്ക്, എങ്ങനെ നമ്മുടെ എഴുതുന്ന ചെന്നെത്തിക്കാൻ പറ്റുന്നുള്ള ഒരു മാത്രമേ ഉള്ളൂ അതിന്റെ. സാറിന് വന്നിട്ട് മ്യൂസിക്കിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നല്ലേ പറഞ്ഞത്? പിന്നെ അത് തന്നെ ഒരു റിസർച്ച് ചെയ്യുന്ന ഒരു ഫീൽഡിലോട്ട് മാതൃഭൂമി വരുമ്പോൾ മ്യൂസിക് റിസർച്ച് വിങ്ങിന്റെ ഹെഡ് ആകുന്നു. ശരിക്കും ഇങ്ങനെ ഒരു പ്രൊഫഷനെ കുറിച്ച് സാർ ചിന്തിച്ചിട്ടുണ്ടോ പണ്ടെങ്ങാനും? അല്ലെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയെങ്കിൽ പോലും, മ്യൂസിക് റിസർച്ച് ഹെഡ് ഒരു പോസ്റ്റ് തന്നെങ്കിൽ പോലും ഞാനത് റിസർച്ച് ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഈ പറയുന്ന സംഭവങ്ങള് ഞാൻ എഴുതി എന്ന് പറഞ്ഞപ്പോ ചില പാട്ടുകളുടെ കഥകളാവും, ചില വ്യക്തികളുടെ ചില അറിയപ്പെടാത്ത കഥകളാകാം. ഇതൊന്നും ഞാൻ റിസർച്ച് ചെയ്ത് വരുന്നില്ല. എന്റെ ഈ യാത്രയില് എനിക്ക് വീണ് കിട്ടുന്ന അത്രേ ഉള്ളൂ. അതെ അതെ. ഇപ്പൊ ഷൈനിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇൻഫർമേഷൻ നമ്മൾ അറിയാതെ, നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുകയാണെങ്കിൽ പിന്നീട് അത് എഴുതുന്ന സമയത്ത് യൂസ് ചെയ്യുന്നു എന്നുള്ളൂ. അല്ലാതെ ഞാൻ ഇവന്റെ അടുത്ത് ചോർത്തി എടുത്തിട്ടുള്ളൂ അങ്ങനെ ഒരിക്കലും വിശ്വസിച്ചില്ല. ദാസേട്ടനോട്ട് സംസാരിക്കാറുണ്ട്. പക്ഷെ ദാസേട്ടനൊക്കെ സംസാരിക്കുമ്പോ അദ്ദേഹത്തിന് ഈ പറഞ്ഞ മാതിരി ഓർമ്മ എല്ലതും ഉണ്ടാവണമെന്നില്ല. 10,000-20,000 പാട്ട് പാടിയിട്ടുള്ള ഒരാള് എപ്പോഴും എല്ലാ പാട്ടുകളുടെയും കഥകൾ ഓർക്കണമെന്നില്ല. വീട്ടിൽ പോയി ഫോൺ ദാസേട്ടനൊക്കെ രാത്രി 11 ഫോൺ കോളുകളാണ്. ഫോൺ കോളുകൾ പുള്ളി എപ്പോ ഫോൺ വിളിച്ചാലും എടുക്കും എന്നുള്ളതാണ്. അതായത് അതിനൊരു പലർക്കും അങ്ങനെ ഫോൺ വിളിക്കുന്നതോ സംസാരിക്കാൻ ഇഷ്ടമല്ല. പക്ഷെ ദാസേട്ടനെ സംബന്ധിച്ച് എപ്പോ നമ്മൾ വിളിച്ചാലും റെഡിയായി. മാത്രല്ല വളരെ പഴയ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോ പുള്ളി അത് ഓർത്തെടുത്ത് പിന്നീട് ഓർമ്മ വന്നാൽ പോലും വിളിച്ചു പറയുകയും നല്ല കഥ. എനിക്ക് ഭയങ്കര എനിക്ക് തന്നെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കാൻ, ഇപ്പൊ നടക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. അതായത് വളരെ എനിക്കൊന്ന് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പാണ്. രാത്രി ഞാൻ കോഴിക്കോട് അന്ന് അളകാപുരിയിൽ താമസിക്കുന്ന സമയം, ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട്. അപ്പൊ രാത്രി 11 കഴിഞ്ഞിട്ട് ഒരു ഫോൺ കോള്. അപ്പൊ മൊബൈലൊക്കെ വന്ന സമയത്ത് അപ്പൊ നോക്കുമ്പോ ഒരു അറിയാത്തൊരു ഫോറിൻ നമ്പർ. ഫോൺ എടുത്ത് നോക്കിയപ്പോ യേശുദാസിന്റെ പത്നിയാണ്, പ്രഭചേച്ചിയാണ്.
പൂർവ്വ ചേച്ചി രാത്രിയാണ് ശരി, സോറി വിളിച്ചതില് ഒരു കാര്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ന്യൂയോർക്കിലോ മറ്റോ ഇവിടെ ഒരു പ്രോഗ്രാമിൽ നിൽക്കുകയാണ്. ഒരു പേഴ്സണൽ സംഭവമാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആളുകൾ ഈ കടലിനക്കരെ പോണോലെ എന്നുള്ള പാട്ട് ആവശ്യപ്പെട്ടു. അപ്പൊ ലിറിക്സ് ഇല്ല ദാസന്റെ അടുത്ത്, ഒന്ന് പറഞ്ഞു തരുമോ ആ ലിറിക്സ് എന്ന് ചോദിച്ചു. ഞാൻ പാതി ഉറക്കത്തിന് ഞെട്ടി. ഒന്നാമത് സത്യമാണോന്ന് അറിയണോ, നോക്കിട്ട് തന്നെ പറ്റിക്കാൻ വേണ്ടി വിളിക്കുകയാണോ എന്നൊക്കെ. പക്ഷെ മനസ്സിലായി വരുന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് 1 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചോളൂ ചേച്ചി. അപ്പൊ 1 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചപ്പോ ഈ ലിറിക്സ് ഞാൻ പറഞ്ഞു കൊടുക്കും. പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ നിന്നും എഴുതി വെച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ പിറ്റേ ദിവസം ദാസത്തെ വിളിച്ചിട, നിന്റെ ഉറക്കം ഞാൻ കാണില്ല, സോറി കേട്ടോ, നിന്റെ പുള്ളി എന്നെ വിളിച്ച് സോറി പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മള് ജീവിതത്തിൽ ഒരിക്കലും യേശുദാസിനെ കാണും എന്ന് വിചാരിച്ചിട്ടില്ല. നമ്മുടെ സ്വപ്നങ്ങളിലെ ഒരു ഗായകനാണ് അദ്ദേഹം. വയനാട്ടിലൊക്കെ അദ്ദേഹം പാടാൻ വരുമ്പോ അച്ഛൻ ചിലപ്പോ പോകും, പിന്നെ ടിക്കറ്റാണ്. അപ്പൊ നമ്മളൊന്നും കൊണ്ടുപോകാൻ പോവില്ല. ഒരു എന്താ പറയുക, ദാസേട്ടൻ എന്ന് പറഞ്ഞ ആള് വന്ന് പോകുന്നു, ഇടയ കന്യകെ പാടുന്നു എന്നൊക്കെ കേൾക്കാം ചില കഥകളൊക്കെ. അങ്ങനെയുള്ള ഒരു അവസ്ഥയില് അപ്പൊ അതത്രയും സാറും അവരുടെ എല്ലാവരുടെയും മനസ്സിൽ നല്ലൊരു സ്ഥാനമുള്ളത് കൊണ്ടാണല്ലോ. എനിക്ക് യേശുദാസിനെ ഒരിക്കൽ, കാരണം വെച്ചാൽ നമ്മളെ ഇപ്പൊ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വെറുതെ ആളുകളെ ചീത്ത പറഞ്ഞിട്ടൊക്കെ എഴുതുമല്ലോ. എന്തെങ്കിലും ആൾക്കാരെ ഏറ്റവും ഒരു തിളങ്ങി നിൽക്കുന്ന ഒരാളെ തെറി പറയാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും. ശരിക്കും ഒരിക്കലും ദാസേട്ടനെ അങ്ങനെ മോശമായിട്ട് പറയാനോ മോശമായിട്ട് കാണാം. കാരണം എന്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒന്നും അറിയണമെന്നില്ല. പാട്ടിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ആളാണ്. ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടെന്ന് തോന്നിച്ച ആളാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കാൻ പറ്റി അദ്ദേഹത്തിന്റെ സുവർണകാലത്ത് ആ പാട്ടുകൾ ആസ്വദിച്ച് വളരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ്. യേശുദാസിന് മാത്രമല്ല, ജയചന്ദ്രൻ, എസ് ജാനകി, പി സുശീല പോലുള്ള ഗായകര്, ദേവരായ മഹർഷി, ബാബുരാജിനെയും, കൃഷ്ണമൂർത്തി സ്വാമി, അർജുന മഹർഷി, മ്യൂസിക് ഡയറക്ടേഴ്സ്, വയലാറിന്റെയും ഭാസ്കരൻ മഹർഷിയും യൂസഫലിയൊക്കെ പോലുള്ള രചയിതാക്കൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റി. പറ്റിയെന്ന് മാത്രമല്ല, എല്ലാരോടും നല്ല ബന്ധമുണ്ടായി. അത് വിധി എന്തോ അങ്ങനെ ഒരു ഭാഗ്യം, വെറും ഭാഗ്യം മഹാഭാഗ്യമാണ്. അത് മാത്രമല്ല, ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ അത് ഇത്രയും വർഷം നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു. തീർച്ചയായിട്ടും, കാരണം കലാകാരന്മാര് വളരെ വികാര ജീവികളാണ്. നമുക്ക് ഓരോരുത്തർ സംസാരിക്കുമ്പോ തന്നെ വളരെ സൂക്ഷിക്കണം. കാരണം എനിക്ക് ആകെ വളരെ അപൂർവ ശത്രുക്കളെ ഉണ്ടായിട്ടുള്ളൂ ഈ എഴുത്തിൽ കൂടെ. പക്ഷെ പലരും എന്നെ ഒരു എതിർപക്ഷത്തെ കാണാൻ കാരണം ഞാൻ അവരെ പറ്റി മോശം എഴുതിയോണ്ടല്ല, വേറൊരാളെ പറ്റി നല്ല എഴുതിയോണ്ടെന്ന്. എപ്പോഴും നമ്മളെപ്പോഴും ആളുകളെ പറ്റി എഴുതുമ്പോ ശ്രദ്ധിക്കണം. കാരണം ഇവരൊക്കെ വികാര ജീവികളാണ്. നമ്മളിപ്പോ അവരെ പറ്റി നല്ല എഴുതി അവർ വിളിച്ചു പറയും, നിങ്ങൾ നല്ല വിവരമുള്ള ആളാട്ടോ, മനസ്സിലായിരുന്നത്. എങ്ങാനും നെഗറ്റീവായിട്ട് അയാൾക്ക് യാതൊരു വിവരമില്ലെന്ന് പറയും. ഇത് ബേസിക്കലി എല്ലാ മേഖലയിലും ഇതുണ്ടാവും. പക്ഷേ സിനിമയിലും പാട്ടിലൊക്കെ ഇത് വളരെ പ്രകടമാണ്. ഞാൻ സിനിമയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് സിനിമയിലെ 2 വലിയ സൂപ്പർ സ്റ്റാർസ്, അവരോടൊപ്പം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫുട്ബോൾ താരത്തിന്റെ ടൂർണമെന്റ് നമ്മൾ കണ്ടക്ട് ചെയ്തു. അതെങ്ങനെയായിരുന്നു? അയ്യം വിജയ്. അത് എനിക്ക് തോന്നുന്നു അതിനെ നന്ദി പറയേണ്ടത് രഞ്ജിത്തിനോടാണ്. കാരണം അതിപ്പോഴും എനിക്കും വിജയനും ഒക്കെ അത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യം. വിജയനുമായിട്ട് ഞാൻ നല്ല അടുപ്പാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് വിജയൻ കളിച്ചു തുടങ്ങുന്ന കാലം മുതല് വിജയന്റെ ഫാമിലിയായിട്ട്, വിജയന്റെ അമ്മയായിട്ടൊക്കെ അടുപ്പാണ്. അപ്പൊ ഒരിക്കല് തൃശ്ശൂര് സന്തോഷമൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോണ സമയത്ത് അത് തോന്നുന്നുണ്ട്, വിജയൻ ഒരു ആഗ്രഹം പറഞ്ഞു. കാരണം അവൻ കളിയുന്ന വിട വാങ്ങുകയാണ്, ഏകദേശം റിട്ടയർമെന്റ് കാലത്തേക്ക് പോവാണ്. അപ്പൊ രവിയായിട്ടാണ് അവന്റെ ഒരു ആഗ്രഹം, ഒരു അക്കാഡമി തുടങ്ങണം. അപ്പൊ അതിന് അക്കാഡമി തുടങ്ങാനോ വിജയം. അതല്ല, അതിന് ഫണ്ട് വേണമെങ്കിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വേണം. ഒരു ഷോ നടത്തണം, ഒരു കളി വെച്ചാലോ അനുവദിക്കുക. നമ്മള് സിനിമാ താരങ്ങളുടെ കളി ഓക്കെ കളിക്കാൻ അവര് ഫുട്ബോള്, പ്രത്യേകിച്ച് ക്രിക്കറ്റ് ആണെങ്കിൽ ഓക്കെ, ഫുട്ബോള് തയ്യാറാവോ അറിയില്ല. എങ്ങനെ നടന്നാൽ ശരിയാണ്. കാരണം വിജയൻ എന്നോട് പറഞ്ഞു, വിജയൻ അറിയുന്ന ചില ആൾക്കാരുണ്ട് സിനിമാ ഫീൽഡില്, അത്ര വലിയ പ്രശസ്ത നടന്മാരൊന്നും അല്ല, ഒരു 2ാം നിര 3ാം നിരയുള്ള ആളുകളാണ്, അന്ന് അത്രേ അറിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകള് ഈ ഷൂട്ടിംഗ് സെറ്റിൽ പോയി കാണുമ്പോ ഇവര് വളരെ ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറാം. അവിടെ കാത്തിരുത്തു,
കുറച്ച് കഴിഞ്ഞ് അവര് കാണാതെ മടങ്ങി പോരും അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, വിജയൻ നീ നിന്റെ വില അറിയാണ്ട് അവരടുത്ത് പോകരുത്, നീ അവരെക്കാളും വലിയ സൂപ്പർ സ്റ്റാർ ആണ് ആദ്യം നീ മനസ്സിലാക്കി ഇന്ത്യൻ ഫുട്ബോൾ. അപ്പൊ വിജയൻ പറഞ്ഞു ആട്ടൊക്കെ വെറുതെ. വളരെ സിമ്പിൾ ആയിട്ട് വേണ്ടിട്ട് വിജയൻ എന്താ എനിക്ക് തോന്നുന്നു അത്രയും സിമ്പിൾ ആയി ആവാനില്ല ഒരു മനുഷ്യന്. അപ്പൊ വിജയൻ പറഞ്ഞു അങ്ങനെ എന്നെ ഇപ്പൊ അവർക്ക് അറിയുമോ. ഞാൻ പറഞ്ഞു ശരി നമുക്കൊരു പണി ചെയ്യാം. ഞാൻ അപ്പോ എന്റെ മനസ്സിലൊരു ഐഡിയ എന്താന്ന് വെച്ചാൽ അന്ന് രഞ്ജിത്ത് ഇങ്ങനെ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയം, മിക്ക സിനിമകളും സൂപ്പർ ഹിറ്റാണ്. എന്റെ അടുത്ത സുഹൃത്താണ് മുല്ലശ്ശേരി രാജഗോപാൽ, എന്റെ അമ്മാവന്റെ അടുത്ത സുഹൃത്താണ് ദേവാസുരത്തിന്. അപ്പൊ വളരെ കാലത്ത് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഒരാള് വിളിക്കാൻ തന്നെ. ഞാൻ രഞ്ജിനെ വിളിച്ചു. രഞ്ജിയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് എനിക്ക് നരസിംഹ കഴിഞ്ഞ സമയം മംഗലശ്ശേരി നീലകണ്ഠൻ എന്നുള്ള കഥാപാത്രത്തിന്റെ അതാണ് എന്റെ അമ്മാവൻ രാജഗോപാൽ, മുല്ലശ്ശേരി രാജഗോപാൽ സാറിന്റെ അതേ കഥയാണോ നമ്മള്? കഥയൊക്കെ വ്യത്യാസമുണ്ട്. ബേസിക് ആയിട്ടുള്ള ഒരു അതിന്റെ ഒരു ആശയം എടുക്കുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം, പിന്നെ അദ്ദേഹത്തിന്റെ മ്യൂസിക്കിനോടൊക്കെ ഉള്ള ഒരു താല്പര്യം, ഇതൊക്കെ ഏറ്റെടുത്തിട്ട് പിന്നെ ഒരു കഥ ഉണ്ടാക്കുക. പക്ഷെ മാമിന് ഈ അമ്മാവിന്റെ അമ്മായി ഇല്ലേ, അമ്മായി കാണുമ്പോ ശരിക്കും രേവതിയുടെ നല്ല ചെറിയൊരു ബന്ധമുണ്ട്. അതെയോ? ശരി ശരി. അപ്പൊ ഈ രഞ്ജിനെ വിളിച്ചപ്പോ രഞ്ജി പറഞ്ഞു, ഞാൻ പറഞ്ഞു ഈ സംഭവം വിജയൻ. അപ്പൊ രഞ്ജി പറഞ്ഞു അതിനെന്താ വിജയാലോ നോക്കട്ടെ. അപ്പോഴും നമ്മുടെ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ എത്ര പേര് സിനിമ. പക്ഷെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ രഞ്ജിത്ത് വിളിച്ചു പറഞ്ഞു പിന്നെ എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട് കളിക്കാൻ, നമുക്ക് നമുക്കിനെ വിളിക്കാം. മമ്മൂട്ടി വിളിച്ചപ്പോ ലാൽ സമ്മതിച്ചിട്ട് മമ്മൂട്ടി ഓക്കെ. ഇവർ രണ്ടുപേരും സമ്മതിച്ചോട് കൂടിയിട്ട് അവിടുത്തെ എല്ലാ ഒരുമാതിരി മുകേഷ്, സിദ്ദിഖ്, ജഗദീഷ്, ബിജു മേനോൻ, അങ്ങനെ എല്ലാവരും ലാല് അതിനൊരു തുടക്കം കുറിച്ചെന്ന് പറയാല്ലേ. അതോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനൊരു തുടക്കം കുറിച്ചു. എന്നിട്ട് ഇപ്പൊ ഇനി എനിക്ക് അത് ആവർത്തിക്കപ്പെടില്ല ഒരിക്കലും. ഇനി ഒരിക്കലും ഇവര് കളിക്കും. ഒന്നാമത് ഫുട്ബോൾ മാച്ച് എന്ന് പറഞ്ഞാല് നമ്മള് ഫിസിക്കലി അത് ഇൻവോൾവ് ആണ്. ഇപ്പൊ ക്രിക്കറ്റ് മാതിരി നിന്നിട്ടോ അല്ലെങ്കിൽ ഓടിയിട്ടൊക്കെ കളിക്കാൻ പറ്റുന്ന സംഭവമല്ല. ഫുൾ ടൈം മൂവ്മെന്റ് അല്ലേ. അപ്പോ ഇവരെ സംബന്ധിച്ച് ഇഞ്ചുറി പ്രോൺ ആണ്, പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവരെല്ലാരും കളിച്ചു. മോഹൻലാൽ ഒരു ഗോൾ അടിച്ചു, മമ്മൂട്ടി കളിച്ചു. അക്കാഡമി തുടങ്ങി. പക്ഷെ അക്കാഡമി പിന്നെ വിജയ വേറെ പല കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആയതുകൊണ്ട് പിന്നെ അത് അങ്ങനെ നടന്നില്ല. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ അതിന് അവിശ്വസനീയമായിട്ടുള്ള കാര്യം. സത്യം, രണ്ടും സൂപ്പർ മേഖലകളിലെ രണ്ടുപേരും ആവർത്തിക്കപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല. അതിന് സാർ ഒരു നിമിത്തമായി. അത് നിമിത്തമായിരിക്കും. വലിയ സന്തോഷം. വിജയൻ എപ്പോഴും പറയും